ഇന്ന് ചെയ്യാൻ പോകുന്ന ബ്ലാക്ക് തീം ജേർണലിംഗ് ആണ്. അതിനായിട്ട് എടുത്തിരിക്കുന്ന സപ്ലൈസ് എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഈ ജേർണലിംഗ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഹാൻഡ് മെയ്ഡായിട്ട്. ആകെ നമുക്ക് വേണ്ടത് A4 പേപ്പറും ഒരു ജെൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ കയറി ക്യൂട്ട് പ്രിൻറ്റബിൾ സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് സ്റ്റിക്കേഴ്സ് വരും. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഞാൻ പേപ്പർ കോപ്പി എന്ന് പറയുന്നൊരു ആപ്പുണ്ട്, ആ ആപ്പിൽ കയറ്റി ട്രേസ് ചെയ്ത് വെച്ചേക്കാണ്. പേന കൊണ്ട് ട്രേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ബ്ലാക്ക് തീംഡ് ആയതുകൊണ്ടാണ് ജേർണലിംഗ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് സപ്ലൈസ് ഇല്ലയെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുന്നവർക്ക് ഇതൊരു അടയാളമാണ്. അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്. ജേർണലിംഗ് സീരീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് വേണമെന്ന് താല്പര്യമുള്ളവർ ഒരു വൈറ്റ് ലവ് ഇട്ടേക്കണേ. അത് കണക്ക് ഇത് നല്ല എളുപ്പമാണ് ഈ ഒരു ജേർണലിംഗ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് നമ്മൾ ട്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നിങ്ങൾ വേറെ തീംഡ് ജേർണലിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ പെന്നിൻ്റെ കളർ മാറ്റി കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് വേറെ ജേർണലിംഗ് ചെയ്യാം. അത്രയ്ക്ക് എളുപ്പമാണ് ഈ ഒരു എന്നിട്ട് ഇതെല്ലാം ട്രേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേക്കണക്ക് ഇങ്ങനെ എല്ലാം കളർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് വൈറ്റ് പോർഷൻ വിട്ട് വേണം കട്ട് ചെയ്തെടുക്കുക, എന്നാലേ ആ ഒരു ഭംഗി അതിലുണ്ടാവുകയുള്ളൂ. എന്നിട്ട് ഞാനൊരു A5 പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് 4 സൈഡിൽ ഈ പെൻ കൊണ്ട് തന്നെ ജസ്റ്റ് വെറുതെ ഒരു ബോർഡർ വേണമെങ്കിൽ സൈഡിൽ വേറെ ബോർഡറൊക്കെ കൊടുക്കാവുന്നതാണ്. ഇത് നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ബോർഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത്. എന്നിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളുടെ ചാനൽ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് കണക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വെച്ച് റാൻഡായിട്ട് നോക്കിയപ്പം കുഴപ്പമില്ല, അത് കൊള്ളാൻ തോന്നി. ഒട്ടിക്കാൻ നേരത്ത് ഞാൻ ഈ ഒരു വെച്ചേക്കുന്ന രീതി ഒന്ന് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്തോ ഒരു കുറവണക്ക് ഫീൽ ചെയ്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 4 സൈഡിലും ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് 2 സൈഡിലാക്കാം. അങ്ങനെയൊക്കെ വരുമ്പം ഡിസൈനൊക്കെ മാറും. അതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വരയ്ക്കുന്നത് 4 സൈഡിലും ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ജസ്റ്റ് ബാക്കിയുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. ഞാൻ ആകെ ഇവിടെ വരച്ചതിൽ 4 സ്റ്റിക്കേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. അത്ര സ്പെഷ്യലാണ്. കണ്ടുപിടിച്ചിട്ട് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.